എവരിവൺ, ഇറ്റ്സ് മീ വർഷ. മൂവി വേൾഡിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 29 രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുർക്കിയാണ്. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ട്, ഇറാഖ് എന്ന് പറഞ്ഞാൽ സേഫ് അല്ല. കയ്യിൽ നിന്ന് എൻ്റെ ഫോണ് തട്ടി കുറച്ച് പോയി കളഞ്ഞു. ആ ഫോണ് പോയത് നല്ലതിനാന്ന് എനിക്ക് മനസ്സിലാവാൻ ഒരു 1.5 വർഷം സമയം എടുത്തു. വീട്ടിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് 0 ആയിരിക്കും. നിനക്കിത് പറഞ്ഞ പണിയൊന്നുമല്ല, നിനക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കളിയാക്കി. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു പേഴ്സൺ ആണ്. സൈക്കിൾ കൊണ്ട് ലോകം മൊത്തം ചുറ്റുന്ന ഒരാളാണ്, ഇനി ചുറ്റാൻ പോകുന്ന ഒരാളാണ്. ഹായ് ഫായിസ്, വെൽക്കം ടു ദി ഷോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ആണ്. ഓക്കെ, ഇപ്പൊ എവിടെന്നാ വരുന്നത്? ഞാനിപ്പോ വരുന്ന കാലിക്കറ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ സൈക്കിൾ യാത്രയൊക്കെ ഇപ്പൊ എവിടം വരെ എത്തി? ഇപ്പൊ 29 രാജ്യങ്ങൾ സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി 195 രാജ്യമാണ് മൊത്തം. ഇനി ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകണം. അതാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ലോകം മൊത്തം കറങ്ങണം അല്ലേ? അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏതായിരുന്നു ആദ്യം പോയ രാജ്യം? ആദ്യം പോയത് നേപ്പാളാണ്. നേപ്പാൾ. അതെന്റെ സിംഗപ്പൂർ യാത്രയുടെ ഭാഗമായിട്ട് നേപ്പാള്, ഭൂട്ടാന്, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിരുന്നത് ട്രിവാൻഡ്രം ടു ലണ്ടൻ ആണ്. അപ്പോൾ അത് എത്ര രാജ്യങ്ങൾ അത് കവർ ചെയ്തു? എത്ര ടൈം എടുത്തു? ഇതിന്റെ രണ്ടാമത്തെ ഫേസ് ആണ് ട്രിവാൻഡ്രം ടു ലണ്ടൻ. ഇപ്പം 23 രാജ്യങ്ങൾ കഴിഞ്ഞു. ഞാനിപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ട് അവിടെ സൈക്കിൾ വെച്ചിട്ട് ഇപ്പോൾ വന്നതാണ് എൻ്റെ വിസന്റെ ആവശ്യത്തിന്. പോയ രാജ്യങ്ങൾ ഇന്ത്യ, ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇറാഖ്, ഇറാൻ, അർമേനിയ, ജോർജിയ, ടർക്കി, ഗ്രീസ്, നോർത്ത് മാസിഡോണിയ, സെർബിയ, ക്രൊയേഷ്യ, സ്ലൊവേനിയ, ഹംഗറി, സ്ലോവാക്യ, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ജർമ്മനി. ഓർമ്മ കിട്ടിയോ? ഇല്ല, ചെക്കോസ്ലോവാക്യ കുറച്ചൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ഡേയ്സിലുള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നു? ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 1 man 1 bicycle 2 continents, 450 days, 30,000 kilometer, around 30,000. അതിൽ 20,000 കംപ്ലീറ്റ് ആയി. ഇനി ഒരു 10,000 കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സൈക്കിളിലൊക്കെ ഇത്രയും രാജ്യങ്ങൾ കാണാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് അല്ലേ, കുറച്ച് അഡ്വഞ്ചറസ് അല്ലേ? തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം വട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഞാൻ മാരീഡ് ആണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരാൾ ചെയ്യാന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. അതെ, ഞാൻ കണ്ടപ്പോഴും ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ ഞാൻ ചോദിച്ചു. അത് അല്ലെ നല്ലൊരു പാർട്ട്ണർ ഉള്ളത് കൊണ്ടും കൂടി അല്ലേ? പല ആളുകളും ചോദിക്കും എന്താ അതിന്റെ ടിപ്സ്, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടാൻ കാരണം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ ഡ്രീമാണിത്. അപ്പൊ ലൈഫിൽ അതിന് കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. പ്രൊഫഷൻ ഒക്കെ എന്തായിരുന്നു? ഞാൻ ബേസിക്കലി എഞ്ചിനീയർ ആണ്. വിപ്രോയിലായിരുന്നു 4 വർഷം സൗദി അറേബ്യയിൽ വിപ്രോയിൽ വർക്ക് ചെയ്തു. പിന്നെ ജോബ് റിസൈൻ ചെയ്തു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ ട്രാവലിംഗ് ആണ് സൈക്കിൾ. ജോബ് റിസൈൻ ചെയ്തിട്ട് എത്ര നാളായി? 2015 ഉപ്പക്ക് കുറച്ച് ക്രിട്ടിക്കൽ ആയപ്പോൾ റിസൈൻ ചെയ്താണ്. എൻ്റെ ഫാദറിന് ഞാൻ അടുത്ത് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പം അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഉപ്പയുടെ കൂടെ 3 വർഷം ഉപ്പയുടെ കൂടെ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ശരിക്കും സൈക്കിൾ എടുക്കുന്നത്. എൻ്റെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പം അത് എൻ്റെ വെയിറ്റ് റെഗുലറായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. അപ്പം എനിക്ക് സൈക്ലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഒരു സൈക്കിൾ എടുത്തു. പിന്നെ അത് അതിലൊരു ക്രേസായി. പിന്നെ അത് സീരിയസ് ആയി എടുത്തു. പിന്നെ അതിലൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ സൈക്കിൾ നമ്മളെ മെന്റലി ഫിസിക്കലി ഹെൽത്തി ആക്കുന്നതാണല്ലോ. മെന്റലി നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. ഒരുപാട് ഗുണങ്ങൾ സൈക്കിൾ കൊണ്ട് നമുക്ക് കിട്ടും. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഡെയിലിയും ഇപ്പൊ നാട്ടിലുണ്ടെങ്കിലും ഡെയിലി സൈക്കിളൊക്കെ ഓടിച്ച്? ആക്ച്വലി നാട്ടില് ഞാൻ വിരാജ്പേട്ടിലുണ്ടാവുക. അവിടെ മോർണിംഗ് സൈക്കിൾ ഓടിക്കുക അത്ര സേഫ് അല്ല. ഇടയ്ക്ക് പുലി ഇറങ്ങി, കടുവ ഇറങ്ങി എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ എനിക്ക് മോർണിംഗ് ഒരു പേടിയാണ്. ഞാൻ രാവിലെ നടക്കാൻ പോകും. സത്യം പറഞ്ഞാൽ പേടിണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഒറ്റയ്ക്ക് ഇത്രയും രാജ്യങ്ങൾ നടക്കുന്ന ആൾക്ക് എന്ത് പേടി? അല്ല, ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ കാടുകളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ വന്യമൃഗങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര ടെൻഷനില്ല. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ആന, കടുവ നമ്മൾ സ്ഥിരം ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടുവ, ഇവിടെ ആന എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ഓക്കെ.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷനിൽ നിൽക്കെ അതിന് റിസൈൻ ചെയ്ത് നമ്മളൊരു ഇതൊരു പുതിയൊരു പ്രൊഫഷൻ ആണല്ലോ ഇപ്പോൾ ട്രാവലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് വെല്ലുവിളികൾ എന്തായാലും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു? തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു പൊസിഷനിൽ വിപ്രോയിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജോലി രാജിവെക്കുന്നത്. അത് നല്ലൊരു കാരണത്താലായിരുന്നു. എൻ്റെ ഫാദറിന് ഞാൻ അടുത്ത് വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചു, ഇത്രയും നല്ലൊരു ജോബ് ഫ്യൂച്ചറൊക്കെ കളയുന്നത് എന്തിനാണ്. പക്ഷേ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്ക് പാരൻസിന് നമ്മുടെ ആവശ്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ കൂടെ നിൽക്കുക. ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തിയത്. പിന്നെ 3 വർഷം ഉപ്പയുടെ കൂടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വേറൊരു കാര്യം, മണിയല്ല ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ ഹെൽത്താണ്. ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ട് ആരോഗ്യമില്ലെങ്കിൽ യൂസ്ലെസ് ഒരു ഇതുണ്ടാവില്ല. അപ്പം എനിക്ക് ആരോഗ്യം വേണമെന്നുള്ളൊരു തോട്ട് അതിൽ നിന്നാണ് വന്നത്. അങ്ങനെയാണ് ഞാൻ ആരോഗ്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇപ്പം ഞാൻ മെൻ്റലി ഭയങ്കര ഹാപ്പിയാണ്. അന്നത്തെ പോലെ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഫായിസിനോട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പി കിട്ടുന്ന കാര്യം എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എപ്പോഴും ഒരു ചിന്ത എന്ന് വെച്ചാൽ അവരിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ. അവരുടെ തോട്ടതാണ് രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു ഇതാണ് അവർ. പക്ഷെ അതൊന്നും അല്ല, ജീവിതത്തിൽ മറ്റ് പല മേഖലകളും ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അതല്ലാതെ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പം എന്തുകൊണ്ട് ഈ സൈക്കിളിൽ തന്നെ ട്രാവൽ ചെയ്യണം എന്നുള്ളത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണോ അത് ചൂസ് ചെയ്തേക്കുന്നത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. രണ്ടാമത്തത് ഇത് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇത് വളരെ റെയറായിട്ട് മേ ബി ഒരു കോടിയിൽ ഒരാൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മുടെ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ, എൻ്റെ അറിവിൽ ഇപ്പം ഞാൻ 3-ാമത്തെ ആളാണ് സൈക്കിളുമായിട്ട് വേൾഡ് ടൂർ നടത്തുന്നത്. അപ്പം അത് അത്രയും റെയറായിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരാൾക്ക് കാർ എടുത്തോ ബൈക്ക് എടുത്തോ പോകണമെങ്കിൽ അത് വളരെ ഈസിയാണ്. കുറച്ച് പെട്രോൾ അടിക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് പൈസ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു വിൽ പവർ തന്നെ വേണം. ഇതിനൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാവലിങ്ങിൻ്റെ പർപ്പസ് എന്താണ് ശരിക്കും? ഇത് ചുമ്മാ ഒരു ട്രാവലല്ല. ഈ ഒരു യാത്രയിൽ ഞാൻ കുറേ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. വേൾഡ് പീസ്, ഹെൽത്ത് കെയർ, സീറോ കാർബൺ, ആൻറ്റി ഡ്രഗ്സ്, എൻഡ് പോളിയോ. ഇങ്ങനെ യാത്രയിൽ ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ എംബസി വിസിറ്റ് ചെയ്തിട്ട് അവിടെയുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ട് അവർക്ക് ഈ ഒരു മെസ്സേജിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് യാത്ര പോകുന്നത്. ഇതുവരെ ഒരുപാട് ക്യാമ്പസുകൾ ഞാൻ വിസിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഫഷൻ റിസൈൻ ചെയ്തിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വീട്ടുകാരൊക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ടിങ് ലെവൽ? ഉപ്പക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ജോബ് റിസൈൻ ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ സൈക്കിളിലേക്ക് എത്തിയത്. എൻ്റെ 32-ാമത്തെ വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പം എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അതുവരെ ഞാൻ എല്ലാവരെയും പോലെ ഒരു എഞ്ചിനീയർ. മുമ്പൊക്കെ ആളുകൾ പറയായിരുന്നു ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടാൽ താഴെ വരുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറുടെ തലയിലാണ് വീഴാന്ന്. ആ ഒരു എഞ്ചിനീയർ ആകാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റ് എന്നുള്ളൊരു, അങ്ങനെയാണ് ഞാൻ എന്നെപ്പറ്റി പറയാറ്. ഞാനിപ്പോൾ എഞ്ചിനീയറാണെന്ന് ഞാൻ എവിടെയും മെൻഷൻ ചെയ്യാറില്ല. എൻ്റെ ജോബ് എന്ന് വെച്ചാൽ ഞാൻ ആരാന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റാണെന്ന് ഞാൻ പറയാം. ഈ ഒരു പ്രൊഫഷനിൽ അറിയപ്പെടാനാണ്, അതാണ് ആഗ്രഹം. ഓക്കെ ഓക്കെ. സത്യത്തിൽ ഈ ഒരു നമ്മൾ എന്താണ് ഒരു സ്കെഡ്യൂൾഡ് ലൈഫിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഫ്രീ സ്പേസിലേക്ക് വന്നിരിക്കുന്നത്. അതെ അതെ. ഞാൻ ആക്ച്വലി ഒരു കംഫർട്ടബിൾ സോണിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണെങ്കിൽ പിന്നെ അത് തന്നെ. പക്ഷെ അതൊക്കെ പൊട്ടിച്ചേർന്ന് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്സ് തന്നെ ഇപ്പം കണ്ടാൽ ചോദിക്കും നീ പണ്ടത്തെ ഫായിസ് ആണോ? കാരണം അവർക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ആവും എന്നുള്ളത്. അവരൊന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്ത് മാറ്റമാണ് ഇപ്പം ഉണ്ടായത്? പണ്ടത്തെ ഫായിസ് ആണെന്ന് ഇപ്പോൾ ചോദിച്ചില്ലേ, ഇപ്പം ഇന്നത്തെ ഫായിസും പണ്ടത്തെ ഫായിസും തമ്മിലുള്ള മാറ്റം എന്താ? പണ്ടത്തെ ഫായിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനാണ്, കോഴിക്കോടാണ്. അപ്പം അതേ ഇയറിൽ പഠിച്ച മറ്റു പലർക്കും ചിലപ്പോൾ ഞാൻ അറിയണമെന്നില്ല. കാരണം ഞാൻ അത്രയും സൈലൻ്റ് ആയിരുന്നു. കോളേജിൽ അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ഞാൻ ഈവൻ ഒരു സ്പോർട്സിലും ഉണ്ടായിരുന്നില്ല. പല ആളുകളും ചോദിക്കും മുമ്പ് എന്തെങ്കിലും സ്പോർട്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു സ്പോർട്സിലും ഉണ്ടായിട്ടില്ല, ഒരു ആക്ടിവിറ്റിയിലും ഉണ്ടായില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ നോക്കി സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി
അന്ന് എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി എന്തെങ്കിലും പറയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേജ് കണ്ടാൽ എനിക്ക് കയറി സംസാരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. പിന്നെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുക, ഒരുപാട് ആളുകളായിട്ട് ഇപ്പം ഇൻട്രാക്ട് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക. ഞാൻ ടോക്കേറ്റീവേ ആയിരുന്നില്ല, ഇപ്പം ഞാൻ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ടോക്കേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫ് നല്ല ടോക്കേറ്റീവാണ്, ഞാൻ തീരെ അല്ലായിരുന്നു. ഇപ്പോൾ ഞാനും ആ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, കൊള്ളാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ട് ചെയ്യണം? എനിക്ക് കുറേ കോൾസ് വരും. എൻ്റെ ഈ യാത്ര കണ്ടിട്ട് കുറേ ആളുകൾ വിളിക്കും. ഇതെൻ്റെ ഡ്രീം ജേണിയാണ്, ഞാൻ കുറേ കാലമായി ഇത് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അടുത്ത ചോദ്യം അവരുടെ എന്താ വെച്ചാൽ ഇതിന് പാസ്പോർട്ട് വേണമെന്ന് ചോദിക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം ജേണിയാണ്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്, നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. സാധാരണ എല്ലാവരും പറയാ എനിക്കിത് എൻ്റെ ഒരു സ്വപ്ന യാത്രയാണെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് ചോദിക്കും പാസ്പോർട്ട് വേണോ, പിന്നെ വിസ വേണോന്ന് ചോദിക്കുക. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ മസ്റ്റായിട്ട് പാസ്പോർട്ടും വേണം, വിസയും വേണം. അപ്പോൾ അവരത് പ്രിപ്പയർഡേ അല്ല, അവർക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്നല്ലാതെ അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്ന് സെർച്ച് ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലാൻഡ് ആയിരിക്കണം. നമ്മളിപ്പം എൻ്റെ ആദ്യത്തെ സിംഗപ്പൂർ യാത്ര 120 ദിവസത്തെ യാത്ര ഞാൻ പ്ലാൻ ചെയ്ത് 8 മാസം കൊണ്ടാണ് ഞാൻ ഒരു കംപ്ലീറ്റ് റൂട്ട് മാപ്പ് റെഡിയാക്കിയത്. ഗൂഗിൾ മാപ്പിൽ അത് സൂം ചെയ്ത് എവിടെയാണോ സിറ്റി ഉള്ളത് എൻ്റെ സ്റ്റേ അവിടുത്തെ സിറ്റി മാർക്ക് ചെയ്ത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം 100-120 കിലോമീറ്റർ അങ്ങനെ ഒരുപാട് കാൽക്കുലേഷനിലാണ് നമ്മൾ യാത്ര പോകേണ്ടത്. കാരണം വഴിയിൽ എവിടെയെങ്കിലും സേഫ് അല്ലാത്ത സ്ഥലത്ത് താമസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ചെയ്യാനുണ്ട്. നമ്മൾ നല്ലൊരു ഹോംവർക്ക് ചെയ്യണം. ചുമ്മാ ഒരു സൈക്കിൾ എടുത്ത് പോയാൽ ചിലപ്പോൾ യാത്ര നല്ല രീതിയിൽ അവസാനിക്കാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അവസാനിപ്പിക്കാൻ. അപ്പം ശരിക്കും വെൽ പ്ലാനിങ് ആയിരിക്കണം. 2-3 ഓപ്ഷൻസ് വേണം. പ്ലാൻ എ വേണം, പ്ലാൻ ബി വേണം, പ്ലാൻ സി വേണം. പ്ലാൻ എ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻ ബി അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ട്. ഒരു ദിവസം എവിടെ എത്തുന്നൊന്നും എനിക്ക് ഈ യാത്രയിൽ എനിക്കില്ല. അതിനൊരു വേറൊരു ബ്യൂട്ടി ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ടെൻ്റ് അടിച്ച്, ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലായിരിക്കും, ചിലപ്പോൾ പെട്രോൾ സ്റ്റേഷനിലായിരിക്കും, ചിലപ്പോൾ ആരുടെങ്കിലും വീട്ടിലായിരിക്കും, ചിലപ്പോൾ തടാകക്കരയിലായിരിക്കും. അതിന് വേറൊരു രസമാണ്. പക്ഷേ സേഫായ സ്ഥലങ്ങൾ കണ്ടെത്തി ഏകദേശം ഒരു 4 മണി വരെ സൈക്കിൾ ഓടിക്കുമ്പം ഞാൻ നോക്കും എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലം ഉണ്ടോ നോക്കിയിട്ട് സ്ഥലം കണ്ടെക്കും. എന്നിട്ട് ഇരുടാവുമ്പോൾ സൺസെറ്റിന് ശേഷം അവിടെ പോയി ടെൻ്റ് അടിച്ചിട്ട് താമസിക്കും. അങ്ങനെ ടെൻ്റ് ഒക്കെ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ സൺസെറ്റിന് ശേഷം ടെൻ്റ് അടിക്കുന്നത്. ആരും അറിയില്ല അങ്ങനെ ഒരാൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് എന്ന്, ആരും അറിയാത്ത. അല്ല, ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തുള്ള ആളുകളെ അറിയരുത്. കാരണം എൻ്റെ സൈക്കിള് ടെൻറ്റിന് പുറത്തായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൈക്കിള് വേണം, എൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നമ്മളൊരാളവിടെ ടെൻ്റ് അടിച്ചെന്ന് അറിയുമ്പം അത് മിസ്സാവാനുള്ള ചാൻസും കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ല കുറ്റിക്കാട്ടിലും ആളുകൾ കാണാതെ, പോലീസൊന്നും കാണാതെ, കാരണം ചില കൺട്രീസിൽ പോലീസ് പ്രശ്നമാക്കും. അപ്പോൾ അവരൊന്നും കാണാതെ ടെൻ്റ് അടിച്ച് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പാക്ക് ചെയ്ത് വിടും. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫുഡൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും, ജാം, ന്യൂട്ടല്ല, പിന്നെ ബ്രെഡ്. യൂറോപ്പിൽ എവിടെ ഏത് രാജ്യത്ത് പോയാലും ബ്രെഡ് കിട്ടും, അതും സ്റ്റോക്ക് ഉണ്ടാവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതെടുത്ത് കഴിക്കും. പിന്നെ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഫ്രൂട്ട്സ്, പ്ലംസ്, ആപ്പിളൊക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ടാവും. കാട്ടിലൂടെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ആപ്പിളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ പറിച്ച് കവറിലാക്കും. ചിലപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതാണ് ആപ്പിള്. പിന്നെ പല കളറിൽ പ്ലംസ് കിട്ടും, യെല്ലോ, റെഡ്, ബ്ലാക്ക്. ഇതൊക്കെ ഒരു കഥ വായിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മരത്തും വന്ന് പറിച്ച് കഴിക്കുക, ആരോടും ചോദിക്കണ്ട, കാട്ടിലാണ്. പല എൻ്റെ വീഡിയോസ് കാണുന്നവർ പറയും ഇത് ആരാൻ്റെ മുതൽ കഴിക്കാതെന്ന്. പക്ഷെ കാട്ടിലുള്ള പഴത്തിനോട് ആരോടും എല്ലാവരും കഴിക്കാം, അത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ ഇത്രയും പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം ഏതായിരിക്കും? 29 രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുർക്കിയാണ്. തുർക്കി അതെന്താ? അവിടുത്തെ ആളുകൾ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ല ഫുഡാണ്, ലാൻഡ്സ്കേപ്പ്, പിന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ, റോഡ് കാര്യങ്ങളൊക്കെ നല്ല
വെൽ പ്ലാൻഡ് ആണ്. നല്ല 4 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തൊരു സ്ഥലമാണ്. അതുപോലെ എനിക്ക് ഇനി കാണണ്ട, ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അർമേനിയ. അതെന്താ എന്താ പറ്റി? അവിടുത്തെ ആളുകൾ തീരെ ഫ്രണ്ട്ലി അല്ല. റേസിസം എനിക്ക് നല്ലോണം ഫീൽ ചെയ്തൊരു സ്ഥലമാണ് അർമേനിയ. ഞാൻ അവിടുത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാം. അർമേനിയ ജോർജിയ ബോർഡറിൽ ഒരു ദിവസം ഞാൻ ആ ബോർഡറിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അർമേനിയൻ്റെ സൈഡിൽ. എങ്ങനെ ഞാൻ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി. അവിടെയുള്ള ആളുകളോട് ഞാനൊന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്, കാരണം ആളുള്ള സ്ഥലത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം സ്റ്റേ ചെയ്യാൻ. അങ്ങനെ 2-3 പേരോട് ചോദിച്ചിട്ട് അവരൊന്നും സ്റ്റേ ചെയ്യാൻ പെർമിഷൻ തരുന്നില്ല, ചെയ്യണ്ടെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആളുകളോട് ചോദിച്ചിട്ട് എല്ലാവരും സ്റ്റേ ചെയ്യണ്ട. ഞാൻ അപ്പം തന്നെ ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത്, രാത്രിക്ക് തന്നെ ബോർഡർ ക്രോസ് ചെയ്ത് ജോർജിയൻ്റെ അവിടെ ഒരു ട്രക്കിൻ്റെ മുകളിൽ പോയിട്ട് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. എനിക്ക് അർമേനിയ അങ്ങനെ അത്ര തീരെ പിടിച്ചിട്ടില്ല. കാരണം അവർ നമ്മളെങ്ങനെ സംശയത്തോടെ നോക്കുക, നമ്മളെന്തോ ചെയ്യാമെന്നത് പോലുള്ളൊരു ഫീലാണ്. നല്ല റേസിസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ എക്സ്പീരിയൻസ് വേറെ ഉണ്ടായിട്ടുണ്ടോ വ്യക്തികൾ? ജോർജിയയിലും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ടെൻറ്റിനുള്ളിൽ നിന്ന് ഭയങ്കര ഒച്ചയും വിളിയും പുറത്ത് തുറന്നു നോക്കുമ്പോൾ ഒരു പ്രായമായ ആൾ വന്നിട്ട് ഭയങ്കര ചീത്ത. പിന്നെ അവരുടെ ലാംഗ്വേജിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സൈക്കിളിൽ കയറ്റി ഞാൻ തന്നെ പോയി. ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിലാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പുള്ളി വന്നിട്ട് ഭയങ്കര ചീത്ത. നമ്മുടെ സ്ഥലമല്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ പോകുന്ന സ്ഥലത്തൊക്കെ മലയാളികൾ കാണാറുണ്ടോ? മലയാളികൾ ഇല്ലാത്ത ഒരു രാജ്യം, ഞാൻ കാണാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ്. ഇറാഖിൽ ഇന്ത്യക്കാരെ കണ്ടു, എംബസിയിൽ വർക്ക് ചെയ്യുന്ന 2 ഇന്ത്യക്കാരെ കണ്ടു. പക്ഷെ മലയാളികളെ കാണാത്ത ഇറാഖിൽ കണ്ടിട്ടില്ല. പിന്നെ നോർത്ത് മാസിഡോണിയയിൽ ഞാൻ മലയാളീനെ കണ്ടിട്ടില്ല. അവിടെ ഒരു മലയാളി ഉണ്ട്, കണ്ടിട്ടില്ല. പിന്നെ ഇറാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറാനിൽ അവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയമുണ്ട്, അവിടെ ഒരു ടീച്ചറുണ്ട്. പിന്നെ എംബസിയിലൊരു ഹാഫ് മലയാളി, പാലക്കാട്ടുകാരനാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു മലയാളിനെ കിട്ടും. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ എല്ലാവർക്കും പല കൾച്ചറും അവരുടെ രീതികളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ടോ? അതോ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്? അല്ല, ഓരോ സ്ഥലത്തും അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നല്ലതുമുണ്ട് മോശമുണ്ട്. നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ എവിടെ ആയാലും എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരുപാട് മോശം കാര്യങ്ങളും അവിടെ കാണും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എനിക്ക് തുർക്കി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെയുള്ള ആളുകൾ സ്മോക്ക് ചെയ്യും, നല്ല സ്മോക്കാണ്. യൂറോപ്പിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ് എന്നല്ല, ഇറാഖ്, ഇറാൻ അങ്ങോട്ട് കംപ്ലീറ്റ് സ്മോക്കിംഗ് ആണ്. ചിലപ്പോൾ അവരുടെ വെതറിൻ്റെ ഇതായിരിക്കാം. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയിൻ സ്മോക്കറാണ്. അതെനിക്ക് തീരെ ഇഷ്ടമില്ല. സ്മോക്കിംഗ് ഞാൻ അഗെയിൻസ്റ്റ് ആണ്, ഡ്രിങ്ക്സ് അത് അഗെയിൻസ്റ്റ് ആണ്. അത് 2 കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത. പിന്നെ അത് അവരുടെ കൾച്ചറാണ്, അവരുടെ കാര്യമാണ്. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അവിടെ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു വീട്ടിലൊരു കാര്യം എടുക്കാം. അച്ഛനും അമ്മയും കുട്ടികളാണെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ കുട്ടികൾ നമ്മളാരും വിഷ് ചെയ്യാറില്ല. രാവിലെ തന്നെ പറയും എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ പഠിക്കുക, സ്കൂൾ പോകും, പെട്ടെന്ന് അതാ പറയാം. പക്ഷെ അവിടെ ഉള്ളവർ ഗുഡ് മോർണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യും. നല്ലൊരു ദിവസം സിസ്റ്റം വ്യത്യാസമുണ്ട്. അവർ എണീറ്റ് ഉടനെ ഗുഡ് മോർണിംഗ് പപ്പ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്തിട്ടാണ് അവർ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിവിടെ നേരെ പറയും എഴുന്നേറ്റ് പോയി കുളിക്കുക അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അത് നല്ല ഒരു കാര്യമാണ്. വീട്ടിലിപ്പം മക്കളാണെങ്കിൽ അവരടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളും മലയാളീസിനെ കാണാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും? GCCയിലെ പ്രവാസി മലയാളികൾ ഒരു രക്ഷയില്ലായിരുന്നു. എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. ഞാൻ ഖത്തറിൽ പോയ സമയത്ത് 11 ദിവസം ഖത്തറിലുണ്ടായിരുന്നു. 11 ദിവസവും രാവിലെ ഉച്ചയ്ക്ക് ഈവനിങ് രാത്രി കംപ്ലീറ്റ് പരിപാടിയായിരുന്നു. ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ മലയാളീസ് ഉണ്ട്. പക്ഷെ അവിടുത്തെ കൾച്ചർ, നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ GCCയിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ അവർ ഫ്രീ ആണ്, അവർ എൻ്റർടൈൻമെൻറ്റിനാണ് കാര്യങ്ങൾ. പക്ഷേ യൂറോപ്പിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവിടെ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ യൂറോകളാണ് ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് ആളുകൾ കൂടുതൽ ഒരു പാർട്ട് ടൈം ഉണ്ടാവും, ഒരു മെയിൻ വർക്ക് ഉണ്ടാവും, അങ്ങനെ കൂടുതൽ ജോലികളിലായിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു മെൻറ്റാലിറ്റിയിലാണ്. ഫായ്സിന് ഇപ്പോൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഈ സൈക്ലിംഗ് ട്രാവലിംഗ് അല്ലാതെ? എനിക്ക് ഇത് കഴിഞ്ഞിട്ടൊരു ടൈമില്ല. എനിക്ക് ഇതിൻ്റെ പുറകിലുള്ള ഈ എഡിറ്റിങ്, അത് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ചില പ്രോഗ്രാംസ് ഉണ്ടാവും, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോവും. പിന്നെ കഴിയുന്നതും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ അധികവും ഫാമിലിയുടെ കൂടെ അല്ല ഉണ്ടാവാറ്. അപ്പം നാട്ടിൽ വരുന്ന സമയത്ത് അധികവും കുട്ടികളിപ്പോൾ ചെറുതാണ്, അവരുടെ ഈ സമയത്താണ് അവരുടെ കൂടെ ഉണ്ടാവേണ്ടത്. വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പോവും. അപ്പോൾ ഇപ്പോൾ അവരെ കൊഞ്ചിക്കാനും ഒക്കെ പറ്റിയൊരു സമയം. ഇപ്പോൾ നമ്മൾ ഈ ട്രാവലിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ എതിരഭിപ്രായമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്താൽ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ സൈക്കിളിലാണ് യാത്ര എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി. തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്തു? എൻ്റെ ആദ്യത്തെ യാത്ര, സിംഗപ്പൂർ യാത്ര ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ പല ആളുകളും കളിയാക്കി. ഒന്നാമത് ഞാൻ അത്യാവശ്യം തടിയുള്ള ആളാണ്, തൈറോയിഡ് കാരണം എനിക്ക് തടി ഉണ്ടാവും, ജന്മനാ ഉള്ളതാണ്. പിന്നെ അവരിങ്ങനെ കളിയാക്കി, നിനക്കിത് പറഞ്ഞ പണിയൊന്നുമല്ല, നിനക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കളിയാക്കി. കൂടാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പല ആളുകൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വീട്ടിൽ ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, നീ ഇങ്ങനെ ചുമ്മാ ഭ്രാന്തം പരിപാടിയായിട്ട് ഇറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നെ, ഒരുപാടല്ല, ഒരു 2-3 ആളുകൾ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആദ്യത്തെ യാത്ര കഴിഞ്ഞതോടുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർ പിന്നെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവർ. ശരിക്കും ഒരു തോട്ടുണ്ട് ഈ ഇങ്ങനെ ഇത്രയധികം ട്രാവൽ ചെയ്ത് നടക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് നടക്കാണെന്നൊരു തോട്ടുണ്ട്. പിന്നെ മാരീഡും അല്ല എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അല്ല, കാരണം നമ്മൾ കാണുന്ന ഒരുവിധം ആളുകളൊക്കെ മുകളിൽ ആകാശവും താഴെ ഭൂമിയായിട്ട് നടക്കുന്നവരാണ്, ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നവരാണ് ഇങ്ങനെ ചെയ്യാറ്. ഒരു കല്യാണം കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാൾ ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ റെയറാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം, 2 ഭാഗവും ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം വരും. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പക്ഷെ ഞാനത് ആസ്വദിക്കുന്നുണ്ട്. നല്ലൊരു അച്ഛനാണ്, നല്ല ട്രാവലറാണ്. അത് എന്റെ വൈഫിനോട് ചോദിക്കണം, നല്ലൊരു അച്ഛനാണോ ഹസ്ബൻഡാണോ ഉള്ളത്, അത് പുള്ളിക്കാരത്തി ആണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇനി ഇതിന്റെ എക്സ്പെൻസ് ഒക്കെയാണ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇത്ര നാൾ ട്രാവൽ ചെയ്തിട്ട് എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ദിവസവും ചിലപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും, ചില ദിവസം 0 എക്സ്പെൻസ് ആണ്. പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആളുകൾ ഫുഡ് വാങ്ങിച്ചു തരും, ചിലപ്പോൾ പോക്കറ്റിൽ പൈസ ഇട്ട് തരും ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ അങ്ങനെ ഒന്നും പ്രഡിക്റ്റബിൾ അല്ല, ചിലപ്പോൾ 0 എക്സ്പെൻസ്, ചിലപ്പോൾ ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്കിതുവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു യാത്ര സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഞാൻ കാൽക്കുലേഷൻ ഉണ്ട്, അത് ഏകദേശം 20 to 25 lakhs ആണ്. അപ്പോൾ എനിക്ക് മെയിൻ സ്പോൺസറെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, കൊറോണ കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണോ അറിയില്ല, മെയിൻ സ്പോൺസറെ കിട്ടിയില്ല. എനിക്ക് 2 സപ്പോർട്ടിങ് സ്പോൺസേഴ്സ് ആണുള്ളത്, ഒന്ന് പാരാജോൺ, ഒന്ന് എമിറേറ്റ്സ് ഫസ്റ്റ്. പാരാജോണാണ് എനിക്ക് സൈക്കിൾ തന്നത്. സൈക്കിള് അമേരിക്കൻ ബ്രാൻഡാണ്, അത് ബിൽഡ് ചെയ്താണ്, ഓരോ പാർട്സ് വാങ്ങിയിട്ട്. ഒരു എബ്രഹാം സാർ ഉണ്ട് കോഴിക്കോട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിയാണ് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടിയുള്ള സൈക്കിൾ ബിൽഡ് ചെയ്ത് തന്നത്. അതിന് ഏകദേശം ഒരു 2.5 lakhs എക്സ്പെൻസ് വരും ആ സൈക്കിൾ. പിന്നെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് നല്ല നല്ല ആളുകളുണ്ട്, ഇങ്ങനെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ. അവരെന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ ജർമ്മനി വരെ എത്തിയിട്ടുള്ളത്. ഇനി ജർമ്മനിയിൽ നിന്ന് അങ്ങോട്ടുള്ളതും അതുപോലെ ആളുകളെ കണ്ടെത്തി അവരുടെ അടുത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഈ വിസ പ്രോസസ് ഒക്കെ എത്ര ടൈം എടുക്കുന്നതാണ്? എങ്ങനെയാണ് അതിന്റെ? പല രാജ്യത്തിന്റെയും വിസ പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഷെങ്കണ് കൊടുത്താണെങ്കിൽ അവർ പറയുന്നത് 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അതെന്തായാലും ഒരു 25 days എടുക്കും. വർക്കിംഗ് ഡേയ്സ് ആണ് 15, പക്ഷെ അത് 25. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, ഞാനിപ്പം കഴിഞ്ഞത് ഗ്രീസല്ല, ഞാനിപ്പോൾ കഴിഞ്ഞത് ജർമ്മനിയുടെ ഷെങ്കണാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവർക്ക് കുറേ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിരുന്നു. അങ്ങനെ മെയിൽ അയച്ച് അതിന് റിപ്ലൈ കൊടുത്ത് അങ്ങനെ ഏകദേശം ഒരു 1.5 മാസം സമയമെടുത്തു. കാരണം അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ജർമ്മനിയിലുള്ള ആളുകളുടെ, അവിടെയുള്ള റോട്ടറി ക്ലബിൻ്റെ ലെറ്റർ വേണമെന്ന് പറഞ്ഞു.
ഓക്കെ. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ഡിലേ ആയി. അങ്ങനെ ഒരു 1.5 മാസത്തോളം സമയം എടുത്തു ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മിനിമം എന്തായാലും ഒരു 1 മന്ത് ടൈം എടുക്കും. UK വിസക്ക് ആണെങ്കിലും ഇപ്പോൾ ഷെങ്കൺ വിസക്ക് ആണെങ്കിലൊക്കെ. മറ്റുള്ള കൺട്രീസൊക്കെ ഓൺലൈൻ വിസ കിട്ടും. ചിലത് ഇപ്പോൾ തുർക്കി ആണെങ്കിൽ തുർക്കിയുടെ വിസയുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ആണ്. പക്ഷേ ഞാൻ വിസക്ക് വേണ്ടി കൊടുത്തത് എൻ്റെ പാസ്പോർട്ടും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ്. അത് കുവൈത്തിലായിരുന്നു. കുവൈത്തിലെ തുർക്കി അംബാസഡറെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഒരു ലേഡി ആയിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നാളെ തുർക്കിയുടെ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ വിസ തരാമെന്ന്. പോയി ഞാൻ ജസ്റ്റ് ഒരു പാസ്പോർട്ടും കൊടുത്തു 2 ഫോട്ടോയും കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ ചിരിക്കുകയാണ്. കാരണം നോർമലി അവർക്ക് ആപ്ലിക്കേഷൻ വരാൻ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. സാലറി സർട്ടിഫിക്കറ്റ് വേണം, ഇൻകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതൊന്നുമില്ല. ജസ്റ്റ് ഒരു പാസ്പോർട്ട് 2 ഫോട്ടോ കൊടുത്തപ്പോൾ നെക്സ്റ്റ് ഡേ അവരെ സ്റ്റാമ്പ് ചെയ്തു തന്നു. അതേപോലെ ഇറാഖിൻ്റെ വിസ ഇന്ത്യയിലെ ഡൽഹിയിലെ ഇറാഖ് എംബസിയിൽ പോയി ഞാൻ വിസ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റില്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പോസിബിൾ അല്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ നമുക്ക് ചുമ്മാ തരുമൊന്നുമില്ല. എങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ കുവൈത്തിലുള്ള ഇറാഖ് എംബസിയിൽ പോയി അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കൊടുത്തത് അംബാസഡർ അറിഞ്ഞു. പിന്നെ ഒരാൾ വന്നിട്ട് ആപ്ലിക്കേഷൻ അപ്പോൾ എൻ്റെ സ്റ്റാഫിനോട് പറയുന്നു അംബാസഡർ കാണണം എന്ന് പറയുന്നു, പുള്ളിയുടെ റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ. അങ്ങനെ വെൽ സെക്യൂരിറ്റീസ് ഭയങ്കര ഇതാണ്, സ്ട്രിക്റ്റാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. എന്നെയും കൊണ്ട് അംബാസഡറുടെ റൂമിൽ കൊണ്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മൾ സംസാരിച്ചു. എന്നോട് പറഞ്ഞു വിസ തരാം, കുഴപ്പമൊന്നുമില്ല. പുള്ളി എന്നോട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ ആക്ച്വലി 4 ദിവസമാണ് ഇറാഖിൽ ട്രാവൽ ചെയ്യാൻ വിചാരിച്ചത്. എനിക്ക് പേടിയായിരുന്നു. പേടി മീൻസ് എല്ലാവരും ഇങ്ങനെ പറയുന്നു ഇറാഖ് ഒഴിവാക്കി കൂടെ, ഇറാഖ് സേഫ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു 4 ദിവസം കൊണ്ട് ഇറാഖ് കഴിഞ്ഞ് ഇറാനിലെത്താനായിരുന്നു എൻ്റെ പ്ലാന്. അപ്പം ഞാൻ അംബാസഡർ പറഞ്ഞു വെറും 4 ദിവസം ഞാൻ ഇറാഖിലൂടെ ഉള്ളൂ, എനിക്കൊന്ന് തരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 4 ദിവസം പോരാ. പുള്ളി ഒരു ലിസ്റ്റ് എനിക്ക് തന്നു. നജഫ്, ബാബിലോണ, ഖർബല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാഗ്ദാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തന്നു. എന്നോട് പറഞ്ഞു നിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, നീ ഇവിടെയൊക്കെ പോകുന്നുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യും, മസ്റ്റായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ 11 ദിവസം ഞാൻ ഇറാഖിലുണ്ട്. കാരണം എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ട് ഇറാഖ് എന്ന് പറഞ്ഞാൽ സേഫ് അല്ല. പക്ഷെ പുള്ളിക്ക് അത് അല്ല, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ പേജിലൂടെ പല ആളുകളും കാണുമല്ലോ. അപ്പം തീർച്ചയായിട്ടും അവിടെയൊക്കെ പോയിട്ട് ഇറാഖ് സേഫാന്നുള്ളത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നോട് ഇതൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവിടെയൊക്കെ പോയി എല്ലാം കൊണ്ടും നല്ല. അവിടെ കിയ മോട്ടോഴ്സാണ് എനിക്ക് ഇറാഖിൽ എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തത്. പോകുന്ന സ്ഥലങ്ങളിൽ കിയയുടെ ഷോറൂം അല്ലെങ്കിൽ അവരുടെ സർവീസ് സെൻ്ററിലാണ് ഞാൻ താമസിച്ചതൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സപ്പോർട്ടിങ് കിട്ടാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്? അൺഫോർച്ചുനേറ്റ്ലി ഇതിന് മെയിനായിട്ട് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ്. കാരണം നമ്മുടെ പേപ്പർ വർക്ക്സിന് അത് മസ്റ്റാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ പല മന്ത്രിമാരെയും പല ഗവൺമെൻറ് ഓഫീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് 1.5 വർഷം മുമ്പ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലൈ എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ട്. നമ്മുടെ നിയമസഭയിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ അയച്ചൊരു അപേക്ഷൻ്റെ റിപ്ലൈ ആണ്, നോ എന്ന് പറഞ്ഞു. അതിന് ഇനി റിപ്ലൈ അയക്കണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞാൻ യാത്ര കഴിയാറായി. ഇപ്പോഴാണ് അതിൻ്റെ റിപ്ലൈ വരുന്നത്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ശശി തരൂർ സാറ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ കേരള ഗവർണറും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി സപ്പോർട്ടേഴ്സ് ഉണ്ടാവും വൈകാതെ എന്ന് വിചാരിക്കുന്നു. അല്ല, ഒരുപാട് നല്ല ആളുകൾ നല്ല യാത്രയിൽ ഞാൻ പരിചയപ്പെട്ട, ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ ഒരിക്കലും ഇതുവരെ കാണാത്ത കേൾക്കാത്ത ആളുകളൊക്കെ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ആക്ച്വലി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോൺ വിട്ടിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കൊണ്ടൊക്കെ ആയിരിക്കില്ലേ ആളുകൾക്ക് പറ്റാത്തത്? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ജോലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പിന്നെ വീട്ടിലെ പ്രാരാബ്ദമൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ കുറേ ക്യാഷ് ഉണ്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ കയ്യിലൊന്നുമില്ല. ഞാൻ 2015 എൻ്റെ ജോലി റിസൈൻ ചെയ്തതാണ്. അതിനുശേഷം ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതിനാണ് എൻ്റെ യാത്രയിലൊരു അനുഭവമാണത്.
ലോകത്തുള്ള എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പൊ യാത്ര ചെയ്യാൻ എന്തെങ്കിലും കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഫായിസിനെ? ആരെങ്കിലും? ഞാൻ എൻ്റെ ഫസ്റ്റത്തെ സൈക്കിൾ വാങ്ങിക്കാൻ ഒരു കാരണം, ഒരു ദിവസം ഞാൻ എൻ്റെ ഫാദർ കിടക്കുന്ന ഹോസ്പിറ്റലിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അതിൻ്റെ ക്യാൻറ്റീൻ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പം സൈക്കിളുമായിട്ട് രണ്ടാളുകൾ ഇങ്ങനെ എവിടുന്നോ വരികയാണ്, ദൂരെ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, ഇത് എവിടുന്ന് വരുന്നത്, ഇവരെങ്ങോട്ടാണ് പോകുന്നത്, അവരാരൊക്കെയാണ് എന്നുള്ള തോട്ട് ഇങ്ങനെ വന്നു. അങ്ങനെയാണ് എനിക്കൊരു സൈക്കിൾ എടുക്കണം, ഒന്ന് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊരു സൈക്കിൾ എടുക്കണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞൊരു സ്ട്രൈക്ക്, എന്താ പറയുക, ഒരു സ്പാർക്ക് വരുന്നത് ആ രണ്ട് സൈക്ലിസ്റ്റുകളാണ്. പക്ഷെ അവരാരാന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ വളരെ ദൂരത്തുനിന്ന് അവരെ കണ്ടതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് സൈക്ലിസ്റ്റുകളാണ് എനിക്കൊരു സ്പാർക്ക് തന്നത്. അതെ. പിന്നെ പല രാജ്യങ്ങളിലും സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടാവും, എനിക്കറിയില്ല കൂടുതൽ. ഞാൻ ഇതുപോലെ അത്രയും ട്രാവലൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ സൈക്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ രാജ്യത്ത് സൈക്ലിങ്ങിന് പറ്റിയൊരു കൺട്രിയേ അല്ല നമ്മുടെ രാജ്യം. നമ്മുടെ ഇപ്പം കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ റോഡ് സൈഡിലൂടെ ഒന്നും സൈക്കിൾ ഓടിക്കാൻ പറ്റിയ ഒരു സേഫല്ല, ശരിക്കും പറഞ്ഞാൽ സേഫല്ല. അപ്പം ഞാൻ പോയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടത് വിയന്നാണ്. വിയന്ന മീൻസ് ഓസ്ട്രിയ. അതല്ലാതെ ഇനിയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഞാൻ ഇനി പോകാനിരിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതൽ സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. വിയന്നയിൽ ഒരുപാട് സൈക്കിൾ ട്രാക്ക്, നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്ക്രാച്ച് ചെയ്ത പോലെ ഒരു ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. അതൊക്കെ സൈക്കിൾ ഓടിക്കാനുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടെയുള്ള ബ്രിഡ്ജിൻ്റെ ഒക്കെ അടിയിൽ സൈക്കിളിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇതുണ്ടാവും. ഇവിടുത്തെ നോർമൽ ബ്രിഡ്ജ് പോലെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അടിയിൽ സൈക്കിളിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടത് വിയന്നാണ്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സൈക്ലിംഗ് ഇഷ്ടപ്പെട്ടത്. ഓരോ വീട്ടിലും ഓരോ സൈക്കിൾ എന്നുള്ള അവിടെ ഒരാൾക്ക് 1.5 സൈക്കിൾ എന്നുള്ള രീതിയിലാണ് അവിടത്തേക്ക് സൈക്ലിംഗ്. ഒരു വീട്ടിൽ ഒരാൾക്ക് 1.5 സൈക്കിൾ. അപ്പോൾ ആളുകളെക്കാട്ടും കൂടുതൽ സൈക്കിളുകളാണ് ചില യൂറോപ്യൻ കൺട്രികളിൽ ഉള്ളത്. നമുക്കിവിടെ ഒരു വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യായിരിക്കും, അതല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ തന്നെ ആളുകൾ വേറെന്തോ അന്യഗ്രഹ ജീവി എന്നൊക്കെ വന്ന പോലെ. എൻ്റെ കയ്യിൽ ഞാൻ ആദ്യത്തെ സൈക്കിൾ എടുത്ത് എൻ്റെ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കും, ഇവന് ആദ്യം ഒരു ബുള്ളറ്റ് ആണല്ലോ, അപ്പോൾ എന്താ സൈക്കിളും കൊണ്ട് നടക്കുന്നത് അങ്ങനെ. ഓക്കെ. അപ്പോൾ പിന്നെ ഇതുപോലെ എന്താ അവിടുത്തെ എന്തെങ്കിലും ഇപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ തരത്തിലുള്ള ഫുഡൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഈ ഗ്രാമങ്ങളിലൂടെ ആയിരിക്കും കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിലത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എല്ലാ ഫുഡും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ചില ഫുഡ് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ യാത്രയെ ബാധിക്കും. വയറിന് കംപ്ലൈൻറ്റ് വന്ന എൻ്റെ സിംഗപ്പൂർ യാത്രയുടെ സമയത്ത് ഞാൻ തമിഴ്നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ ഒരു ഫുഡ്, ഏതോ ഫുഡ് എന്നറിയില്ല, രാവിലെ ഒരു ഹോട്ടൽ, ഉച്ചയ്ക്ക് ഒരു ഹോട്ടൽ, രാത്രി ഒരു ഹോട്ടൽ, അങ്ങനെയാണ് ഫുഡ്. ഇപ്പോൾ ഏത് ഫുഡ് കഴിച്ചിട്ടാണെന്നറിയില്ല, വയറിന് പണി കിട്ടി. അങ്ങനെ ഞാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി വീഴാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ORS ഒക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ കഴിക്കുന്ന ഫുഡ് എപ്പോഴും പ്രോബ്ലം വരാത്ത, മെഴുക്കില്ലാത്ത ഫുഡുകളാണ് ഞാൻ പൊതുവെ കഴിക്കാറ്. പിന്നെ എല്ലാ ഫുഡും ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യൽ കുറവാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ യാത്രനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ഫുഡും ട്രൈ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ശരിയല്ല എന്ന് വിചാരിക്കട്ടെ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ എങ്ങനെയാണ് അത്, ആരപ്പോൾ കോണ്ടാക്ട് ചെയ്യും, എന്ത് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ? ഇതുവരെ ഞാൻ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എനിക്കൊരു ജലദോഷമോ പനിയോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മളെ ബോഡി എപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഒരു കണ്ടീഷനൊക്കെ, ഫിസിക്കൽ കണ്ടീഷനൊക്കെ നോർമൽ ആയിരുന്നു ഇതുവരത്തെ ട്രാവൽ? ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ സൈക്കിള് നമുക്ക് പല ആളുകളും ചോദിക്കും, ഇത്രയും ദൂരം പോകുമ്പോൾ ഊരവേദന വരില്ലേ, അല്ലെങ്കിൽ മുട്ടുവേദന വരില്ലേ? സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓരോ സൈസ് ഉണ്ട്. നമ്മുടെ സൈസിന്, എൻ്റെ സൈസിലുള്ള സൈക്കിളല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം സൈക്കിൾ സ്മോള്, മീഡിയം, ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സൈസിലാണ്. അപ്പോൾ എൻ്റെ സൈസിലുള്ള സൈക്കിൾ വാങ്ങിച്ചിട്ട് അതിനൊരു ബൈക്ക് ഫിറ്റ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഒരാളുടെ കൈയിൻ്റെ ലെങ്ത് ആയിരിക്കില്ല മറ്റേ ആളുടെ കൈയിൻ്റെ ലെങ്ത്. അങ്ങനെ
അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ബൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സീറ്റിൻ്റെ പൊസിഷൻ, അതിൻ്റെ ഹാൻഡിലിൻ്റെ മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ ആക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അത് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചാലും ഒരു ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ ബോഡിക്ക് ഒരു പ്രശ്നം വരില്ല. അപ്പം അത് പെർഫെക്റ്റ് ആക്കുക, അതാണ് വേണ്ടത്. പല ആളുകളും സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ എടുക്കുമ്പോൾ സൈസൊന്നും നോക്കൂല, ചിലപ്പോൾ സ്മോൾ ആയിരിക്കും, ചിലപ്പോൾ ബിഗ് ആയിരിക്കും. അതൊക്കെ ഓടിച്ചിട്ട് 2 ദിവസം ഓടിച്ച് 2 ദിവസം ഓടിച്ച് കഴിഞ്ഞിട്ട് പറയും എനിക്ക് മുട്ടുവേദന ആവുന്നു, എനിക്ക് അവിടെ വേദന ആവുന്നു. പ്രശ്നം അതാണ്. കറക്റ്റ് ബൈക്ക് ഫിറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? വീഡിയോ എൻ്റെ വൈഫാണ് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത്. അപ്പം പല മെസ്സേജ് വന്നാലും ആളുകൾ വിചാരിക്കും ഞാനാ റെസ്പോൺസ് വൈഫാണ് എപ്പോഴും അതിൻ്റെ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ഞാൻ അറിയേണ്ട മെസ്സേജ് ആണെങ്കിൽ എനിക്ക് പിന്നെ പല ആളുകളും കൊളാബറേഷൻ എവിടെന്നെങ്കിലും ഫോട്ടോ എടുത്തിട്ട് കൊളാബ് ഇതിടും. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു ടീമുണ്ട്, അവരാണ് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അത് എൻ്റെ കയ്യിലല്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എടുക്കും, അത് അവർക്ക് അയച്ചു കൊടുക്കും, അവരാണ് അത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് 2 സിം ഉണ്ടാവും. ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ സിം ഇന്റർനാഷണൽ റോമിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. അതിൽ ഡാറ്റ വളരെ കുറവായിരിക്കും. ഏതെങ്കിലും സ്ഥലത്തുനിന്ന് അവിടുത്തെ സിം കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാനത് യൂസ് ചെയ്യുള്ളൂ. രണ്ടാമത്തത് ഞാൻ ഓരോ ബോർഡർ കിടക്കുമ്പോൾ ആ രാജ്യത്തെ സിം എടുക്കും. നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിം കിട്ടും. അതിൽ ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടും. ഡാറ്റ പാക്ക് മാത്രമായിട്ട്. കോളിങ്ങിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് നെറ്റ് കിട്ടിയാൽ മതി, വേറെ കോളിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്. ഇപ്പോൾ സെക്കൻഡ് ഫേസ് വരെ ഇപ്പം എത്തി. ഈ നെക്സ്റ്റ് ഇനി എന്നാണ് യാത്ര? എവിടേക്കാണ്? നെക്സ്റ്റ് വീക്ക് 23-ാം തീയതി എൻ്റെ ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു ഹാംബർഗ് ഫ്ലൈറ്റാണ്. അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഡേ സൈക്കിളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. സൈക്കിൾ ഇപ്പോൾ കറന്റ്ലി എവിടെയാണുള്ളത്? ഹാംബർഗിലുള്ളത്. അത് അവിടെ എവിടെ വെച്ച്? അവിടെ എങ്ങനെയാണ്? അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവിടെ ഒരു സ്റ്റോർ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ. അവിടെ വെച്ച് പോകും. അവിടെ പോയിട്ട് പരിചയപ്പെട്ടുള്ള ഫ്രണ്ടാണോ മുന്നേ? അല്ലല്ല, എൻ്റെ ആദ്യമുള്ള ഒരു ഫ്രണ്ടാണ്. അവിടെ എത്തിയപ്പം ഒരു 1 വീക്ക് ഞാൻ അവരുടെ കൂടെ താമസിച്ചത്. എന്നിട്ട് സൈക്കിൾ അവിടെ വെച്ച് പോന്നു. തിരിച്ചങ്ങോട്ട് പോയിട്ട് സൈക്കിൾ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനി അവിടുന്ന് ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, ഇത്രയും കൺട്രി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ജർമ്മൻ എംബസി തന്നത് 77 ദിവസത്തെ വിസയാണ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ആ 77 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. വരുന്ന ജൂലൈയിൽ പാരീസിൽ ഒളിമ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് ഒളിമ്പിക്സിന് എത്തി എന്നുള്ള രീതിയിലേക്ക് നടക്കട്ടെ. അത് അങ്ങനെ ഒരു ഡ്രീമും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഫിഫന്റെ ടൈമിൽ ഖത്തറിൽ അതിൻ്റെ ഫസ്റ്റ് ഹയാ കാർഡ് ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്തത് ഞാനാണ്. അതെ, അങ്ങനെ ചില കാര്യങ്ങളും കൂടി ഈ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് അവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ 32-ാമത്തെ വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ ഇത് എത്തിച്ചത്. എൻ്റെ 32-ാമത്തെ വയസ്സ് വരെ ഞാൻ കോളേജിൽ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു അവാർഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ട്രോഫി പോലും എൻ്റെതാന്ന് പറഞ്ഞിട്ട് വീട്ടിലില്ല. പക്ഷെ ഇപ്പോൾ വീട്ടിൽ സ്ഥലമില്ല ശരിക്കും പറഞ്ഞു. എന്നിട്ട് പുതിയ ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. പല അവാർഡുകളും പല രാജ്യങ്ങളിലും ഇപ്പോഴും അവിടെ കിടക്കുക. എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് സൈക്കിളിൽ അത് ക്യാരി ചെയ്യാൻ പറ്റില്ല. മൊമെന്റോസ് ഒക്കെ ഞാൻ അവിടെ ആരെങ്കിലും ഏൽപ്പിക്കും, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പോകുന്നിടത്തൊക്കെ ഇപ്പൊ GCC കൺട്രീസിലാണ് എനിക്ക് കൂടുതൽ മൊമെന്റോസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ എൻ്റെ കുറെ സാധനങ്ങൾ ഷാർജയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അതൊക്കെ അവര് വരുമ്പോ കൊണ്ടുവരികയും. പുതിയൊരു ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും വീട്ടിലൊരു റൂം ഇപ്പൊ ഇനി അതിനായിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ കുട്ടികളുടെ ഒക്കെ അവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാ? ആദ്യം ഞാൻ വൈഫിന്ന് തുടങ്ങാം. കാരണം വൈഫ് ഡോക്ടറാണ്. ഇപ്പൊ ഈ അടുത്ത് 2 വർഷം മുമ്പാണ് പുള്ളിക്കാരത്തി ഒരു ഹോസ്പിറ്റലിൽ കയറിയത്. അപ്പൊ അതിനു മുമ്പ് കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ജോബിന് വേണ്ടി. അപ്പം ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പേരെന്താണ് കാര്യങ്ങൾ ചോദിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഫാമിലിനെ പറ്റി ചോദിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇന്റർനാഷണൽ സൈക്ലിസ്റ്റ് ആണെന്ന് പറയും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി, ഇന്റർനാഷണൽ സൈക്ലിസ്റ്റോ, അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടോ, അങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ യാത്രയെ കുറിച്ചാണ് ആ ഇന്റർവ്യൂ നടക്കാറ്. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് അത് ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരാൾ വളരെ റയറായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ആളും നല്ല സപ്പോർട്ടാണ്. പോകുന്നിടത്തൊക്കെ അവിടെയുള്ള
ആളുകളൊക്കെ ഭയങ്കര. പിന്നെ കുട്ടികളാണെങ്കിൽ അവരുടെ സ്കൂളിലൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സൈക്കിള് ജർമ്മനിയിലാണ്, യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ആ സൈക്കിൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും ഭയങ്കര ത്രില്ലാണ്, കാരണം അവരുടെ ഫാദർ ഇങ്ങനെ ലോകം മൊത്തം സൈക്കിളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും, മൂത്താൾ പറയുന്നത് എന്നെ പോലെ സൈക്കിള് യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എനിക്കൊക്കെ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നത്. എൻ്റെ അത്ര പ്രായമായിട്ടില്ല കേട്ടോ. ലൈക്ക് ആ സമയത്ത് നമുക്ക് സൈക്ലിംഗ് അങ്ങനത്തെ അതൊന്നും അല്ല നമ്മുടെ മൈൻഡ്. നമ്മൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നായിരിക്കും നമ്മുടെ ഒരു നമ്മൾ അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ കരിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ല, ഞാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ അവർക്ക് ഇഷ്ടം എന്താണോ അതിലേക്ക് നമ്മളത് ചെറിയൊരു ട്രെയിനിങ്ങും കൊടുത്ത് അതിലേക്കാണ് വിടേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഫുട്ബോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫുട്ബോളിലേക്ക് വിടുക, അല്ലെങ്കിൽ വരയ്ക്കാൻ, ആ ഒരു മേഖലകളിലേക്ക്. കാരണം വെറും പഠിപ്പ് കൊണ്ട് മാത്രം ലൈഫ് സെറ്റിൽ ആവുന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാവുള്ളൂ. അതെ, പലർക്കും അവരുടെ ഇഷ്ടത്തിന് പല ആളുകളും ചിലപ്പം പാടാൻ ഇഷ്ടമുള്ളവരായിരിക്കും, ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും. നമ്മൾ പാടിയിട്ട് ആ കരിയറിൽ അതിലൂടെ ജീവിക്കണം, അതിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തണം, അതിലൂടെ ഏൺ ചെയ്യണം. അപ്പോഴാണ് അത് ജീവിതം ഇതാവുള്ളൂ. ഇപ്പോൾ ഫൈസിന്റെ ഉമ്മ ഒക്കെ എങ്ങനെയാണ്? ഉമ്മ ആദ്യം ഞാനിങ്ങനെ സിംഗപ്പൂർ പോവാന്ന് പറഞ്ഞ സമയത്ത് എന്നെ ചീത്ത പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിന്റെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ ഉപ്പക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വിടാൻ. പക്ഷേ ഇപ്പോൾ ഉപ്പ അങ്ങനെ കാണുന്നുണ്ടാവും, മോനിങ്ങനെ പല രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പം സന്തോഷിക്കുന്നുണ്ടാവാം. പിന്നെ വൈഫ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരത്തി കേട്ട ഉടനെ തന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ, കരിയർ എല്ലാം ഞാൻ വേണ്ടെന്ന് സാക്രിഫൈസ് ചെയ്ത ഒരാളാണ്. അപ്പം അതൊക്കെ തിരിച്ചു പിടിക്കാൻ മീൻസ് വേറൊരു ജോബിന് പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കുക എന്നല്ല, ആ ഒരു സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഇതിലായിരിക്കാം പുള്ളിക്കാരത്തി ഇതിന് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. കേട്ട ഉടനെ തന്നെ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞു, നമുക്കിത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് ജർമ്മനിലേക്ക് പോകുന്നത്, ഇനി അത് എത്ര ഡേയ്സ്? 4 months ആണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 2.5 months യൂറോപ്പ്, ഒരു 2 months ഞാൻ യു കെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഫാമിലിനെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അവരവിടെ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1 month ഫാമിലിയുടെ കൂടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഫാമിലിക്ക് എങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റും? എൻ്റെ ബ്രദറിലോ യു കെയിലുണ്ട്. പിന്നെ അവിടെ കുറെ ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതലുള്ള യു കെയിലാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്, യു കെയിലാണ്, വരുമ്പോൾ പറയണം, കാണണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആളുകളെക്കാട്ട് ബന്ധം പുറത്താന്ന് തോന്നുന്നു അല്ലേ? അത് ശരിയാ. കേരളത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത, നെറ്റ്വർക്ക് കുറവാണ്, ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് കുറവാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഒരുപാട് കണക്ഷൻസ് ഉള്ളത്. രാജ്യത്തിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അർമേനിയയിൽ ഒരു മലയാളി ജോലി ചെയ്യുന്നതിൻ്റെ അടുക്ക് മരണപ്പെട്ടു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അർമേനിയയിൽ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ, കാരണം ബോഡി നാട്ടിലെത്തിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന 2-3 കോണ്ടാക്ട്സ് കൊടുത്തു, അങ്ങനെ ബോഡി നാട്ടിലെത്തിച്ചു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യയിൽ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ മകന് അവിടെ ജോലി നഷ്ടമായി. അവൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഒക്കെ അടുത്ത് വരുന്നു, അവൻ്റെ ജോലി നഷ്ടമായി, ആകെ ബുദ്ധിമുട്ടിൽ. അപ്പം എന്നെ വിളിച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെയുള്ള സൈക്ലിംഗ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് റിയാദിൽ ജോലി റെഡിയായി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റുന്ന സന്തോഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനൊരു കൂട്ടായ്മ തന്നെയുണ്ടോ സൈക്ലിംഗ് എന്നുള്ള ഒരു ഇതിന്? ഒരുപാട് സൈക്ലിംഗ് ക്ലബ്ബുകളുണ്ട്, ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു ഗ്രൂപ്പിലും അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ നാട്ടിലൊരു BRK എന്ന് പറഞ്ഞു, ബീച്ച് റൈഡേഴ്സ് കാപ്പാട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിലുണ്ട്. പിന്നെ കാസർഗോഡ് പെഡലേഴ്സ് എന്ന് പറയുന്ന ഈ 2 ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവാണ്. പിന്നെ നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഒറ്റയ്ക്ക് എനിക്ക് ഫ്രീഡം ഭയങ്കര ഇഷ്ടമാണ്. പല ആളുകളും തീർച്ചയായിട്ടും പല ആളുകളും ചോദിക്കും, പോകുമ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കൂടെ, എത്ര റിസ്ക് എന്തിനാന്ന്. പക്ഷേ
ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ എവിടെ നിർത്തണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തും നമുക്ക് തീരുമാനിക്കാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ആരെയും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോളോ യാത്ര ചെയ്താലേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ എപ്പോഴും സോളോ ആണ് ഇഷ്ടപ്പെടുന്നത്. വൈഫ് വന്ന് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ വൈഫിന് ഏതായാലും സൈക്കിൾ ഓടിച്ച് വരാൻ പറ്റില്ല. കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, ഓഫ്കോഴ്സ് അവിടെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കാറുമായിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് പോയി വന്നിട്ടല്ലേ? ലണ്ടൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എൻ്റെ തേർഡ് ഫേസ് ഞാൻ വിചാരിക്കുന്നത് അമേരിക്കയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ, അങ്ങനെ എല്ലാ രാജ്യവും 195ഓളം രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മലയാളിയുടെ സൈക്കിൾ യാത്ര. ഇതിപ്പോ ഒരു യാത്ര കഴിഞ്ഞിട്ട് എത്ര നാൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും? എൻ്റെ ആദ്യത്തെ യാത്ര കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയി, കൊറോണ വന്നു. എൻ്റെ ഫസ്റ്റ് യാത്ര സിംഗപ്പൂർ എത്തിയത് 2019 നവംബർ 21-നാണ്. എനിക്ക് തോന്നുന്നത് നവംബർ 19-നാന്ന് തോന്നുന്നു ചൈനയിൽ ഫസ്റ്റ് കേസ് കൊറോണ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് എല്ലാവരും ലോക്ക്ഡൗൺ ആയി, അതുപോലെ ഞാനും. അപ്പൊ ലോക്ക്ഡൗൺ ആയ സമയത്ത് ചുമ്മായിരുന്നു കർണാടകയില്. ആ സമയത്ത് വൈഫ് പഠിക്കുകയായിരുന്നു, PG ചെയ്യായിരുന്നു, സുള്ളിയിലായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ഫസ്റ്റ് സൈക്കിൾ വാങ്ങിച്ചു. അതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉപ്പ മരണപ്പെട്ടു. ഉപ്പയുടെ മരണത്തിന് ശേഷം ഞാൻ ആ സൈക്കിൾ ഉപയോഗിച്ചിട്ട് കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക്, വൈഫ് പഠിക്കുന്ന കോളേജിലേക്ക് 3 തവണ സൈക്കിൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് എനിക്കൊരു കോൺഫിഡൻസ് തന്നത്. എന്നെപ്പോലുള്ള ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. കാരണം കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വൈകിട്ട് 4:30 സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 9-10 മണിയാകുമ്പോഴേക്ക് കോളേജിലെത്തും. നൈറ്റ് കംപ്ലീറ്റ് റൈഡാണ്, ഉറങ്ങൂല. എവിടെയെങ്കിലും നിർത്തി ജ്യൂസോ വെള്ളമോ കുടിക്കും, ചായ കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ ചായ. ഉറക്കം വരികയാണെങ്കിൽ സൈക്കിൾ ഓടിച്ചാലും ഉറക്കം വരും. ഇത്രയും ക്ഷീണമാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ കുറച്ച് നേരം കട്ടൻ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു എനിക്ക് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് അങ്ങനെയുള്ള ചെറിയ യാത്രകളിലൂടെ. അപ്പൊ ഇനി ഒരു പോയിട്ട് ഒരു റെസ്റ്റ് അല്ലേ? ഇനി വന്നു കഴിഞ്ഞാൽ എൻ്റെ US വിസ കിട്ടണമെങ്കിൽ കുറച്ച് ടഫാണ്. അതിന് കുറേ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ നോക്കിയിട്ട് അവിടെ പോകും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. സൈക്കിൾ ഓടിച്ച് കേരളത്തിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് നേപ്പാളിൽ പോവുക, അവിടുന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അങ്ങനെ അല്ല, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ ഡിപ്പെൻസ്, നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയാലും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്ലാനുകൾ വേറെ ഉണ്ട്. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ച് പ്രൂവ് ചെയ്യണം, അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെതായ ഒരു സിഗ്നേച്ചർ ഒരു 4-5 തലമുറ കഴിഞ്ഞാലും ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു അടയാളം ഇവിടെ ടച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ എന്താണ് എനിക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യണം എന്നുള്ള കുട്ടികൾ ആരെങ്കിലും ആയിക്കോട്ടെ, ആളുകളുടെ അടുത്ത് എന്താണ് ഫൈസിന് പറയാനുള്ളത്? നിങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിന് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ മീൻസ് ഹോം വർക്ക് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റെക്കാവുന്നൊരു സമയം ഉണ്ടാവും. അവസാനം നമ്മൾ തുടക്കത്തിലെ സ്റ്റെക്കാവരുത്, അത് നിങ്ങൾ മടിയന്മാരായിട്ടാണ്. അത് ഗൂഗിളിൽ പോയിട്ട് ഓരോ രാജ്യത്തിനെ പറ്റി, അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ കിലോമീറ്റർ എല്ലാം പഠിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ച് സ്റ്റെക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതിൽ കോൺടാക്ട് നമ്പർ ചോദിച്ചാൽ കിട്ടും. എന്നിട്ട് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയും, എനിക്കിങ്ങനെ യാത്ര ചെയ്യണം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ. ഇത്രയും വലിയൊരു യാത്രേൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഓൾറെഡി അതിനെപ്പറ്റി പഠിച്ച് കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ ക്ലിയർ ഡൗട്ട് ചെയ്ത് തരാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പല ആളുകളോടും പറയും, ആദ്യം നിങ്ങൾ ഇതിനെപ്പറ്റി ഒക്കെ റെഡിയാക്കിയിട്ട് എവിടെയെങ്കിലും സ്റ്റെക്ക് ആകുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തോ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ തുടക്കത്തിൽ ഒരാൾ എവിടേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്? ഏത് കൺട്രിയിലേക്ക് പോകുന്നതായിരിക്കും? അങ്ങനെയല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം. എവിടെ ഈ ലോകം എന്ന് പറയുന്നത് എനിക്കിപ്പം ലോകം വളരെ ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആണോ? പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കിത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ പോയല്ലേ അങ്ങനത്തെ ഒരു ഫീലാണുള്ളത്. അല്ല, എനിക്കിപ്പം വളരെ ചെറുതായിട്ടാണ് ഈ ഒരു ലോകം എന്ന് പറയുന്നത്. എനിക്കിപ്പം വളരെ ചെറുതായിട്ടാണ്. സൈക്കിള് എവിടെയും പോവാന്നുള്ളൊരു തോട്ട്. അതുകൊണ്ടാണ് സൈക്കിൾ ഇപ്പോൾ എവിടെ വേണേലും പോകും.
ഏറ്റവും ഓടിക്കാൻ ഇഷ്ടം സൈക്കിൾ തന്നെയാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്, കാർ ഓടിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആർക്കും പറ്റാത്തൊരു കാര്യം ചെയ്യുമ്പോൾ, കാരണം ചെറുപ്പത്തിൽ ഞാൻ കുറേ കളിയാക്കലുകൾ കേട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന പല പേരുകളുണ്ട്, ഞാൻ ഇതിൽ പറയുന്നില്ല. ബോഡി ഷെയ്മിങ് ഒരുപാട് ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കിങ്ങനെ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ ഒരു ഹാഫ് മാരത്തോൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ 21 കിലോമീറ്റർ ഓടി. എനിക്കത് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പണ്ട് ഞാൻ അനുഭവിച്ചത് അങ്ങനെയാണ്. ഭയങ്കര തടിയൊക്കെ ആയിട്ട് കുട്ടികൾ എല്ലാവരും എന്നെ കുറേ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ. മനസ്സിലാവുന്നു. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡിങ് ചെയ്യണം, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഒരു പ്രൂഫാണ്. ഇപ്പോൾ ഫായിസ് ഒരു യൂട്യൂബർ ആവണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ള ഒരു മൈൻഡിലല്ലല്ലോ ഇത് ചെയ്യുന്നത്. എനിക്കൊരു യൂട്യൂബർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേരിനല്ല, എനിക്കൊരു നല്ലൊരു സഞ്ചാരിയാണെന്ന് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഒരിക്കലും ഞാനത് യൂട്യൂബറാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറാണ് എന്ന് കേൾക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഒരു സഞ്ചാരിയാണ് എന്നുള്ളത് അറിയാനാണ്. അപ്പോൾ ആ അപ്ലോഡിങ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യാറ്. ഗോപ്രോ ഉണ്ടായിരുന്നു, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, അതിന് ലാപ്ടോപ്പ് വേണം, ഒരുപാട് ഇതാണ്. ഈ ഫോണിലാണെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും വൈഫൈ കിട്ടുമ്പോൾ അതൊക്കെ നമ്മുടെ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. പിന്നെ ഫോണിലാണ് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും സുഖം. ലാപ്ടോപ്പിനെക്കാട്ടും ഈസി ഫോണിലാണ് എഡിറ്റ് ചെയ്യാൻ സുഖം, ക്യാരി ചെയ്യാനും സുഖം. എല്ലാം കൊണ്ടും ഫോണാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പം ഫോണാണ്. പിന്നെ ചാർജിങ് ഓപ്ഷൻസ്, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഓപ്ഷൻ കിട്ടില്ല. ഫോണാകുമ്പോൾ എൻ്റെ കയ്യിൽ 20,000 mAh 4 പവർ ബാങ്ക് ഉണ്ട്. ഒരു 4-5 ദിവസത്തേക്കുള്ള ബാക്കപ്പ് അതിലുണ്ടാവും. അത് കഴിയുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കംപ്ലീറ്റ് ചാർജ് ചെയ്തിട്ടാണ് പോവുക. റെസ്റ്റ് എടുത്ത് ചാർജ് ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ ഈ ട്രാവലിംഗിൽ സൈക്കിൾ എന്തൊക്കെ നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്? ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സൈക്കിൾ ആയതുകൊണ്ട് എനിക്ക് വളരെ പരിമിതികളുണ്ട് കൊണ്ടുപോകുന്നതിന്. സൈക്കിളും എൻ്റെ സാധനങ്ങളും അടക്കം ഇപ്പം തന്നെ 50 കിലോളം ഉണ്ടാവും. സൈക്കിൾ പൊക്കിയാൽ പോകുന്നില്ല. എൻ്റെ ചില വീഡിയോയിൽ യൂറോപ്യൻസൊക്കെ സൈക്കിൾ പൊക്കി നോക്കുന്നുണ്ട്, അവരെന്നെ ഞെട്ടിപ്പോവും. സൈക്കിൾ പൊങ്ങില്ല. അപ്പം അത്രയും ഹെവി ആയിട്ടുള്ള സൈക്കിളാണ് ഞാൻ ഡെയിലി 100-150 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ സൈക്കിളാണ്, ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ സൈക്കിളാണ്. നമുക്ക് എത്ര കിലോ വേണമെങ്കിലും അതിൽ ക്യാരി ചെയ്താൽ, സൈക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കണം. മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത്രയും ഹെവി ആയിട്ടുള്ളതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല, ഇങ്ങനെ പോയിക്കോളും. പിന്നെ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കയറ്റാണെങ്കിൽ ഞാൻ ഇറങ്ങി ഉന്തുക ചെയ്യുക. നമ്മൾ ചവിട്ടുമ്പോൾ ഒരുപാട് എനർജി വേസ്റ്റ് ആവും. ഉന്തുമ്പോൾ നമുക്ക് അത്ര എനർജി വേണ്ട, അപ്പം ഞാൻ ഇറങ്ങി ഉന്തും. ഇപ്പൊ ഈ പോകുന്നതൊക്കെ ടൂറിസ്റ്റ് വിസയിലാണോ? അതെങ്ങനെയാ? ടൂറിസ്റ്റ് വിസയാണല്ലേ പോവാ? അതിനൊരു അതിന് ചിലപ്പോൾ 90 days ആയിരിക്കാം. ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് ആണ്. ഇപ്പൊ സൈക്കിളിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്യാരി ചെയ്യും? എൻ്റെ സൈക്കിളിൽ 4 പവർ ബാങ്ക് ഉണ്ടാവും 20,000 mAh. പിന്നെ ജേഴ്സി, ഒരു 4-5 പെയർ ജേഴ്സി ഉണ്ടാവും, ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ്. പിന്നെ സൈക്കിളിൻ്റെ കുറച്ച് പാർട്സ്, എല്ലായിടത്തും കിട്ടാത്ത സ്പെഷ്യൽ പാർട്സ് ഉണ്ടാവും, അത് കുറച്ച് ക്യാരി ചെയ്യും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത്യാവശ്യം ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു എനർജി കിട്ടാനുള്ള സാധനങ്ങളും കയ്യിൽ കരുതും. അവിടുത്തെ വെതറൊക്കെ പല സ്ഥലത്തും പല വെതർ ആവൂലേ? ഞാൻ ഒമാനിലുള്ള സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഉച്ചക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് 12 മണി വരെ റൈഡ് ചെയ്യും. എന്നിട്ട് വൈകിട്ട് 3 മണി 4 മണി വരെ റെസ്റ്റ് എടുക്കും. ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ UAE ബോർഡറിൽ നിന്ന് ഖത്തർ ബോർഡറിലേക്ക് 110 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ മരം പോലും ഇല്ല, മരുഭൂമിയാണ്. ചൂടത്ത് ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിലാണ് തീർത്തത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ ഏറ്റവും പേടിച്ച ഒരേ ഒരു ദിവസമുള്ളത്, അത് ഇറാൻ അർമേനിയ ബോർഡറാണ്. 2 ഭാഗത്തും ഭയങ്കര ഹൈറ്റിൽ മലകളാണ്. അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ്, ഒരു മനുഷ്യനില്ല. 2 ഭാഗത്ത് പട്ടാളക്കാരുടെ ബങ്കർ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഭയങ്കര കാറ്റ്. 2 മലൻ്റെ ഇടയിലായതുകൊണ്ട്
കാറ്റ് മൊത്തം വരുന്നത് ഈ ഒരു ചെറിയൊരു പാസേജിലൂടെയാണ്. അപ്പം ഞാൻ തന്നെ പാറിപ്പോകുന്ന രീതിയിലുള്ള കാറ്റും. പിന്നെ അന്ന് ലേശം പേടിച്ചു, കുറച്ച് ടെൻഷനായി. ഇത് അടുത്ത സിറ്റി എത്തുമോ, ഇനി ഒരുപാട് കിലോമീറ്റർ പോകാനുണ്ട്, രാത്രി ആവാറായി, കുറച്ച് ടെൻഷനായി. ഇനി ഇതുപോലെ എന്തെങ്കിലും നമുക്ക് മോശപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ സിംഗപ്പൂർ യാത്രേൻ്റെ സമയത്ത് ഒറീസയിൽ വെച്ചിട്ട് അവിടെ ഒരു ചിലിക്ക ലേക്ക് ഉണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ തടാകം, ഉപ്പുതട. അപ്പോൾ ആ ലേക്ക് കണ്ട് ഞാൻ ഹൈവേയിലേക്ക് കയറിയതാണ്. കയറി കുറച്ച് പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് പോയി കളഞ്ഞു. രണ്ടാൾ ബൈക്കിൽ വന്നിട്ട് കള്ളന്മാർ ഹൈവേ സ്നാച്ചിങ് ഉണ്ട്. അപ്പം ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ സ്നാച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിലെത്തിയപ്പോഴാന്ന് തോന്നുന്നു അടുത്ത ഫോൺ വാങ്ങിച്ചത്. അതുവരെ ഒരു ചെറിയൊരു നോക്കിയൻ്റെ ഫോണ് തൽക്കാലം ഒരു സിം ഇട്ടിട്ട് യൂസ് ചെയ്തു. കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ അതിന്റെ പുറകെ പോയിട്ട്. പിന്നെ ലൈഫിൽ എന്ത് നടന്നാലും അത് നല്ലതിനാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഫോൺ പോയത് നല്ലതിനാന്ന് എനിക്ക് മനസ്സിലാവാൻ ഒരു 1.5 വർഷം സമയം എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ ഫോണിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒന്നും അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കൽക്കട്ടയിൽ വെച്ച് വാങ്ങിയ ഫോണിന് നല്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിരുന്നു. അത് ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു, ആ യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ലെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഫസ്റ്റിലെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്ത വീഡിയോസ് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ രണ്ടാമത്തെ ഫോൺ ഉപയോഗിച്ചാൽ നല്ല ഔട്ട്പുട്ട് ആവുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അന്ന് കള്ളന്മാർ കൊണ്ടുപോയത് നന്നായി. എന്തും ലൈഫിൽ എന്തും എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്തായാലും അത് നല്ലതിനാന്ന് പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ശരിയാ. ഇനിയും നല്ല യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ, ഇനിയിപ്പുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. തീർച്ചയായിട്ടും നമ്മളൊരു മലയാളിയുടെ ഒരു ഐക്കണായിട്ട് മാറട്ടെ. അതെ, അതാണല്ലോ വേണ്ട. ഇപ്പം ഞാനൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മളിപ്പം ട്രാവൽ ചെയ്യാൻ ഇങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് പോകാത്ത ആളുകൾ അങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്നതുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഒരു തോട്ടില്ലേ, പൈസ ഉള്ളതുകൊണ്ടാണ് അവൻ പോകുന്നത്. പല ആളുകളും പറയും വീട്ടിൽ കുറേ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ മെസ്സേജ് കാണുമ്പോൾ ചിരിയാണ് വരിക. വീട്ടിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് 0 ആയിരിക്കും, എന്നിട്ട് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ക്യാഷ് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. എസ്പെഷ്യലി ഇങ്ങനെയുള്ള സൈക്കിൾ യാത്ര ആണെങ്കിൽ നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. അപ്പൊ ഇപ്പൊ ചെയ്യാം, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ അപ്പൊ നോക്കാം. അടുത്ത പ്ലാൻ ഉണ്ടാക്കും. അപ്പൊ നോക്കാം അടുത്ത പ്ലാന്. ആരോഗ്യം ഉണ്ടെങ്കിൽ സൈക്കിൾ തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉപയോഗിക്കും. അതെ, എന്നാലും ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ പോകണമെന്നാണ്. ഒരു തവണ നമ്മളിങ്ങനെ ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പിന്നാക്കില്ല, പിന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് അതിന്റെ ഒരു ഇത്. അതെ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. ഇനിയും എനിക്ക് പറയാൻ പറ്റട്ടെ, ഫൈസിന് എനിക്ക് അറിയാം എന്തായാലും ഇരിക്കാൻ ഇനിയും അവസരം കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.